വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിനായെത്തുന്ന പ്രധാനമന്ത്രിക്ക് കനത്ത സുരക്ഷ. തിരുനെൽവേലി DIGക്കാണ് സുരക്ഷാ ചുമതല. 2000-ഓളം പോലീസുകാരെയാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. പ്രദേശത്തേക്ക് ശനിയാഴ്ച വരെ വിനോദസഞ്ചാരികളെ പ്രവേശിപ്പിക്കില്ല. സ്വകാര്യ ബോട്ടുകൾക്കും ഫെറിയിൽ പ്രവേശിക്കാൻ അനുമതി ഉണ്ടാകില്ല. വിവേകാനന്ദ പാറയുടെ 5 കിലോമീറ്റർ ചുറ്റളവിൽ മീൻപിടുത്തത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. DIG പ്രവേശ് കുമാറിന്റെയും SP E സുന്ദരവദനന്റെയും നേതൃത്വത്തിൽ വിവേകാനന്ദ പാറ സ്മാരകം, ബോട്ട് ജെട്ടി, ഹെലിപാഡ്, സംസ്ഥാന ഗസ്റ്റ് ഹൗസ് എന്നിവിടങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങളും പരിശോധിച്ച് വിലയിരുത്തി. ഇന്ന് വൈകിട്ട് 4:45 പ്രധാനമന്ത്രി കന്യാകുമാരിയിലെത്തുക. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ഹെലികോപ്റ്റർ കന്യാകുമാരിയിലേക്ക് തിരിക്കും. ഗസ്റ്റ് ഹൗസിൽ വിശ്രമത്തിന് ശേഷം 5:20 ധ്യാനത്തിനായി പ്രത്യേക ബോട്ടിൽ വിവേകാനന്ദ പാറയിലെത്തും. കന്യാകുമാരിയിൽ ഭഗവതി ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തും. ജൂൺ 1 വൈകിട്ട് 3 വരെയായിരിക്കും അദ്ദേഹം ഇവിടെ ധ്യാനമായിരിക്കുക. 45 മണിക്കൂറാണ് ധ്യാനമായിരിക്കുക. ഈ സാഹചര്യത്തിൽ തീരദേശ സുരക്ഷാ ഗ്രൂപ്പും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നാവികസേനയും സമൂഹ തീരങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ അറിയിച്ചു. ഇതാദ്യമായാണ് വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി ധ്യാനമിരിക്കുന്നത്. 2019-ലും ഇത്തരത്തിൽ മോദി ധ്യാനത്തിരുന്നിരുന്നു. അന്ന് കേദാർനാഥ് ക്ഷേത്രത്തിനടുത്ത ഗുഹയിലാണ് തിരഞ്ഞെടുത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടം പ്രചാരണവും പൂർത്തിയാക്കിയാണ് മോദി ധ്യാനത്തിനായി എത്തുന്നത്. 3ാം വട്ടവും ND അധികാരത്തിലെത്തുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് BJP. മോദി സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ മോദി ധ്യാനത്തിനായിരിക്കുന്നത് വിലക്ക് ഏർപ്പെടുത്തണമെന്ന് DMK ഉൾപ്പെടെയുള്ള കക്ഷികൾ രംഗത്തുണ്ട്. നടപടി തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ മോദി ധ്യാനം നടത്തുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കണക്കാക്കാനാകില്ലെന്നും കമ്മീഷന്റെ നിലപാടുണ്ട്. ധ്യാനത്തിന്റെ ദൃശ്യങ്ങൾ സംരക്ഷണം ചെയ്യുന്നതിന് വിലക്ക് ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് CPM രംഗത്തെത്തിയിരുന്നു. വ്യക്തിപരമായിട്ടുള്ള കാരണത്താലാണ് മോദി ധ്യാനത്തിനിരിക്കുന്നതെന്നും ഇത് രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കരുതെന്നും പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും CPI ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഈ ആവശ്യവും ഇലക്ഷൻ കമ്മീഷൻ തള്ളിയിരിക്കുകയാണ്.